നിയമസഭയിൽ വി സതീശന്റെ പ്രകടനം കണ്ടപ്പോൾ സന്ദേശത്തിലെ കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യത്തെക്കുറിച്ച് ദയവേത് പറയും ജയറാമിന്റെ റോൾ ഓർമ്മ വന്നു. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഏതായാലും നിയമസഭയിൽ പ്രതിപക്ഷത്തിന് വാ തുറക്കാൻ ഒരു മാർഗവും ഇല്ലാത്തൊരു നിലവിലേക്ക് സതീശൻ നിയമസഭയെ കൂട്ടിക്കൊണ്ടു പോകുകയാണ് എന്ന് തോന്നുന്നു. നിയമസഭയിലെ ഓരോ ദിവസങ്ങളും തീപ്പൊരി വിതറിക്കൊണ്ടാണ് മുഖ്യമന്ത്രി സതീശൻ കൊണ്ടുപോകുന്നത്. പിന്നെ രാജ്യത്തെ ഭയങ്കരമായി സ്നേഹിച്ചു കമ്മ്യൂണിസ്റ്റുകാർ എന്ന് പറയുന്നു. ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിന് അന്ത്യം കുറിച്ചുകൊണ്ടൊരു ജനാധിപത്യ ഭരണകൂടം ഉണ്ടായി ഇന്ത്യയിൽ 1947-48 നിങ്ങളെടുത്ത തീരുമാനം എന്താ? കൽക്കട്ട തീസിസ് എന്താ തീരുമാനം? ഇത്രയും കാലം ഭരിച്ചിരുന്ന ഒരാൾക്ക് പോലും പ്രതിപക്ഷത്തിന്റെ ചോദ്യമുനകളിൽ നിന്നും രക്ഷപ്പെടുവാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ള എല്ലാ നിയമസഭാ യോഗങ്ങളും. കാരണം പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ അടിപതറിപ്പോകുന്ന കമ്മ്യൂണിസ്റ്റുകാരെയും മുമ്പ് ഭരിച്ചിരുന്ന കോൺഗ്രസുകാരെയും ഒക്കെ നമ്മൾ സ്ഥിരമായി കണ്ടിട്ടുള്ളതാണ്. എന്നാൽ ഉരുളയ്ക്കുപ്പേരി പോലെ മറുപടി പറയുന്ന, പ്രതിപക്ഷം ചോദ്യം ചോദിക്കാൻ തന്നെ ഇനിയും ഒന്ന് ഭയക്കുന്ന ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ ഇര കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പാരമ്പര്യത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടിയായി. കാരണം കഴിഞ്ഞ ദിവസം എന്തോ പറഞ്ഞപ്പോൾ പണ്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞു തുടങ്ങിയ മുഖ്യമന്ത്രിക്ക് ഇന്നും അതിനുള്ള മറുപടി സതീശൻ കൊടുക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യത്തെക്കുറിച്ച് എന്താണ് എന്ന് നിങ്ങൾ എന്നെ പഠിപ്പിക്കേണ്ട എന്ന് പറഞ്ഞത് സതീശൻ തുടങ്ങുകയാണ്. നമുക്കതൊന്ന് കാണാം. കൽക്കട്ട തീസിസ് എന്താ തീരുമാനം? നാട് മുഴുവൻ അട്ടിമറിക്കാൻ, പാവപ്പെട്ടവൻ സഞ്ചരിച്ചിരുന്ന ട്രെയിനുകൾ അട്ടിമറിക്കാൻ, ബോംബ് വെച്ച് അട്ടിമറിക്കാൻ, സായുധ വിപ്ലവം നടത്തി ജനാധിപത്യ രീതിയിൽ അധികാരത്തിൽ വരുന്ന ഒരു ഗവൺമെന്റിനെ ഇല്ലായ്മ ചെയ്യാൻ രാജ്യം മുഴുവൻ അക്രമം അഴിച്ചുവിട്ട് സ്വതന്ത്ര ഇന്ത്യയുടെ പാലാധിഷ്ഠതകളിൽ ഇന്ന് വിങ്ങുമ്പോൾ ഒരു 2 നേരം പോലും ഭക്ഷണം കൊടുക്കാൻ നിവർത്തിയില്ലാതെ ബ്രിട്ടീഷുകാർ ചവിട്ടിമരിച്ച ഒരു രാജ്യത്ത് അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ ലോകത്തിന്റെ മുന്നിൽ ഭിക്ഷാപാത്രവുമായി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു കൈ നീട്ടി നിൽക്കുമ്പോൾ PL-480 എന്ന് പറയുന്ന ധാന്യം വരുന്ന കപ്പലുകൾക്ക് വേണ്ടി ഈ രാജ്യം കാത്തിരിക്കുമ്പോൾ, പാവപ്പെട്ടവന് ഭക്ഷണം കൊടുക്കാൻ പ്രയാസപ്പെടുമ്പോൾ, വിദ്യാഭ്യാസം കൊടുക്കാൻ, ആരോഗ്യം കൊടുക്കാൻ പ്രയാസപ്പെടുന്ന ഒരു കാലത്ത് ഈ രാജ്യത്തെ തകർക്കാൻ ശ്രമിച്ച കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യത്തെക്കുറിച്ച് ദയവേത് പറയും. അതാണ് കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യം, രാജ്യത്തെ തകർക്കാൻ ശ്രമിച്ചത്. ഈ വാർത്ത മീഡിയയിൽ വായിച്ചു കഴിഞ്ഞ ശേഷം സന്ദേശത്തിന്റെ ചില ഫോട്ടോകൾക്ക് വേണ്ടി തിരിഞ്ഞ എനിക്ക് സത്യമാണോ നേരായിട്ടുള്ളതാണോ അറിയത്തില്ല. പക്ഷെ ഒരു പോസ്റ്റ് കണ്ടു, അതും ഞാൻ ഇതോടൊപ്പം പോസ്റ്റ് ചെയ്യുന്നു. എന്നോ സത്യാനന്ദക്കാട് പറഞ്ഞു എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്ന ഒരു കഥയാണ്. വി സതീശൻ സന്ദേശം സിനിമ കണ്ട് പിറ്റേന്ന് തന്നെ ഹൈക്കോർട്ടിൽ സീനിയറുടെ അടുക്കൽ പ്രാക്ടീസിന് പോയി തുടങ്ങി എന്ന സന്ദേശത്തിന്റെ ഫോട്ടോയ്ക്ക് വേണ്ടി സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ കിട്ടിയതാണ്. അന്നത് വെറുതെ വെച്ചതാണെങ്കിലും ഇല്ലെങ്കിലും ഇന്ന് അത് സത്യമായി വന്നിരിക്കുന്നു. ആ സന്ദേശത്തിലെ സീനുകൾ നമ്മുടെ മുഖ്യമന്ത്രിയുടെ മനസ്സിൽ ഇന്നും മായാതെ കിടപ്പുണ്ട് എന്നുള്ളതിനാണ് ഇന്നത്തെ ഈ തഗ് ഡയലോഗിന് കാരണമായതെന്ന് നിസ്സംശയം പറയാം. ഏതോ ഒരു ഇടഭാഗ്യൻ കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യത്തെക്കുറിച്ചൊന്ന് വാ തുറന്നു പോയതാണ് മുഖ്യമന്ത്രി ഇങ്ങനെ അങ്ങോട്ട് തുടങ്ങാൻ കാരണമായത്. കാരണം നിയമസഭയിൽ ചോദ്യത്തിന് ഉത്തരം പേപ്പറിൽ എഴുതി വായിക്കുന്ന പാരമ്പര്യമായിരുന്നു കഴിഞ്ഞ 10 വർഷം മുമ്പ്. അതിനു മുമ്പ് ശ്രീ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഉണ്ടായിരുന്നപ്പോഴും ഉമ്മൻചാണ്ടി വിക്കി ഉത്തരം പറയുന്നതും മറ്റുള്ളവർക്ക് ഉത്തരം മുട്ടിക്കാനുള്ള ക്വസ്റ്റ്യൻ എറിയുന്നത് ഒരു പ്രത്യേക കഴിവായിരുന്നു. പക്ഷെ കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഏത് വിഷയം എടുത്തിട്ടാലും അതിന്റെ അങ്ങേ അറ്റം വരെ മനഃപ്പാടമാക്കിയ വി സതീശന്റെ ഈ മറുപടികൾ. ഇത് തന്നെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. എന്തോ എഴുതിയെടുത്തോ അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്തോ വന്ന ഒരു ക്വസ്റ്റ്യൻ അല്ല ഉത്തരം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സതീശൻ പറഞ്ഞിരുന്നു. പ്രതിപക്ഷം സഡനായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ ചരിത്രം തൊട്ട് ഇങ്ങോട്ടെടുത്തിടുന്ന സതീശന്റെ ഈ തലമണ്ട എന്നും ഇനിയുള്ള കാലം പ്രതിപക്ഷത്തിന് ഒരു തലവേദന തന്നെ ആയിരിക്കുമെന്നതിൽ സംശയമൊന്നുമില്ല. ഇന്നത്തെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ തഗ് ഡയലോഗായി ഇതിനെ കണക്ക് കൂട്ടാം. ഏതായാലും എല്ലാ ദിവസങ്ങളും ഇങ്ങനെ ഓരോ തഗ് വന്നുകൊണ്ടേയിരിക്കുകയാണ്. സാധാരണ പ്രതിപക്ഷത്തുള്ളവരാണ് തഗ് ഡയലോഗ് അടിച്ചുകൊണ്ടിരുന്നത്. ഇനിയുള്ള കാലം ഭരണപക്ഷത്തിലെ മുഖ്യമന്ത്രി തന്നെ തിരിച്ച് അടിച്ചിരുത്തുന്നത് കാണാൻ ഒരു രസം തന്നെയാണ്. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം. അതുവരെ നിങ്ങൾക്കെല്ലാവർക്കും ഗുഡ് ബൈ.